ബാബുരാജ്. അടുത്തതായി ഷഹീൻബാഗ് ഐക്യദാർഢ്യ അസാദി സ്ക്വയറിൽ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സോളിഡാരിറ്റിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും യുവ പ്രഭാഷകനുമായ PBM ഫർമീസ് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. അതിനായി ആദരവോടെ ഫർമീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട അതിഥികളെ, നേതാക്കളെ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 മാസത്തിലധികമായി നടക്കുന്ന സമരമായതുകൊണ്ട് നിരന്തരമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന ആളുകളിൽ ഒരാളെന്നുള്ള അർത്ഥത്തിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നതിനെക്കുറിച്ച് അല്പം ആശങ്കയുണ്ട്. ഞാനിവിടെ വന്നത് മുതൽ ശ്രദ്ധിക്കുകയായിരുന്നു ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. സമരത്തിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ ഊന്നലുകളെ നിന്നുകൊണ്ട് ഈ സമരം ഉൽപ്പാദിപ്പിക്കുന്ന എനർജികളെ പരാമർശിച്ചുകൊണ്ട് ഈ സമരം അഭിസംബോധന ചെയ്യുന്ന എതിർകക്ഷികളുടെ വംശീയ രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ധാരാളം സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് അതിലേക്ക് പോവാതെ ഈ സമരത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടുള്ള ചില വർത്തമാനങ്ങൾ ആവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സമരം 3 തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. അത് CAA-ക്കെതിരെയുള്ള സമരമാണ്, NRC-ക്കെതിരെയുള്ള സമരമാണ്, NPR-നെതിരെയുള്ള സമരമാണ്. ഒരർത്ഥത്തിലല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ ഇത് 2ഉം 3ഉം തമ്മിൽ ധാരാളം കണക്ഷനുകളുണ്ട്. CAA ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, കാരണം ഒരുപാട് നമ്മൾ ആ വിഷയത്തിൽ സംസാരിച്ചതാണ്. പക്ഷേ ഈ സമരത്തെ ഏതോ അർത്ഥത്തിൽ ഡൈവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള, ഈ സമരത്തിന് പോസിറ്റീവായോ നെഗറ്റീവായോ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പരാമർശം ഏറ്റവും അവസാനം പാർലമെൻറ്റ് കൂടിയ സമയത്ത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സഭയിൽ അറിയിക്കേണ്ടായി. അതിങ്ങനെയാണ്: ഞങ്ങൾ NRC നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. ഞാൻ പോസിറ്റീവും നെഗറ്റീവുമായ റീഡിംഗ് എന്ന് പറയാനുള്ള കാരണം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതുവരെ എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് വ്യാഖ്യാന സാധ്യതയുണ്ട്. ഇത് ഒരു അർത്ഥത്തിൽ പ്രോഗ്രസ്സുമാണ്, പ്രതീക്ഷയുമാണ്. കാരണം ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചല്ലോ, വളരെ കാലങ്ങളായിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു. ആ എക്സസൈസ് ഏതോ അർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ നമ്മൾ വൈകിയതാണ് നമ്മളെ പ്രശ്നം. നമുക്കൊരുപാട് അവസരം ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി. ആസാമിൽ NRC നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് ഇടപെടാമായിരുന്നു. അവസാനം ആസാമിൽ NRC നടപ്പിലാക്കി അതിൻ്റെ ഡൗട്ട്ഫുൾ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് 40 ലക്ഷം ആളുകൾ പ്രസിദ്ധീകരിച്ച സമയത്ത് നമുക്ക് ഇടപെടായിരുന്നു. ആ 40 ലക്ഷം ആളുകൾക്ക് 6 മാസം സമയം കൊടുത്ത് അവർ ട്രിബ്യൂണലിൽ പോയിട്ട് അവരുടെ രേഖകൾ പുനഃപരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 19.5 ലക്ഷമായി ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഇടപെടായിരുന്നു. ആ 19 ലക്ഷം ആളുകളുടെ ലിസ്റ്റ് ഓഗസ്റ്റ് 30-ാം തീയതി പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് ഇടപെടായിരുന്നു. പക്ഷെ നമ്മൾ തെരുവിലിറങ്ങിയില്ല. ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ ഇപ്പോൾ നമ്മൾക്ക് ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായി, 55-ലെ നിയമം അമെൻമെന്റ് വരുത്തിയിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന അമെൻമെന്റ് 2019 അമെൻമെന്റിലേക്ക് വരുന്നതും ഇപ്പോൾ നമ്മൾ വിഷയമാക്കുന്ന NPR-ഉം ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നത് ഇതേ സംഘപരിവാർ 2003-ൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരിച്ച സമയത്ത് വളരെ ശാന്തമായി നടപ്പിലാക്കിയ അമെൻമെന്റിലൂടെയാണ്. അന്നിത് പാർലമെന്റ് കടന്നു പോയിട്ടുണ്ട്. പാർലമെന്റിൽ അന്നുള്ള നമ്മളിപ്പോൾ സമരരംഗത്തുള്ള ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ആ വിഷയത്തിൽ അന്ന് പാർലമെന്റിൽ എന്ത് നിലപാടെടുത്തു എന്ന് പറയേണ്ടതുണ്ട്. അതിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2003-ലെ വാജ്പേയി സർക്കാരിന്റെ സമയത്ത് വന്ന അമെൻമെന്റിലെ ക്ലോസ് 4 ചട്ടം 3 പ്രകാരമാണ് ഇന്ന് NPR നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭേദഗതി ബില്ല് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയിൽ ആദ്യമായി വരുന്നത് 2016 ജൂലൈ മാസം 17-ാം തീയതി എന്ന് പറഞ്ഞ 4 കൊല്ലം മുമ്പ്
നമ്മുടെ സഭയിൽ ഈ ബില്ല് വന്നിരുന്നു. അന്ന് ആ ബില്ല് സ്വാഭാവികമായും സഭയിൽ അങ്ങനത്തെ ഒരു ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റഫർ ചെയ്യും ഒരു കമ്മിറ്റിക്ക്. അങ്ങനെ പാർലമെന്റിലെ ഒരു ഉപസമിതിക്ക് അത് റഫർ ചെയ്യാണ് ചെയ്തത്. പക്ഷെ 2016 ജൂലൈ 17 വന്ന ഈ ബില്ലിന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റിയില്ല. ഈ കമ്മിറ്റിക്ക് റഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ BJP ഈ ബില്ല് വീണ്ടും വരുന്നിടത്ത് പരമാവധി ലാഗയിപ്പിച്ചു. അങ്ങനെ രണ്ടാമത് വീണ്ടും ഈ റഫർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സഭയിൽ എത്തുന്നത് 2019 ജനുവരി മാസമാണ്. അന്ന് ലോകസഭ ഇത് കടന്നിട്ടുണ്ട്. ഈ ബില്ല് ലോകസഭ കടന്നിട്ടുണ്ട്. പക്ഷെ രാജ്യസഭ കടക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അപ്പോഴേക്ക് ഒന്നാം മോഡി സർക്കാരിന്റെ സമയം അവസാനിച്ചു എന്നതുകൊണ്ടാണ് ബില്ല് രണ്ടാമതും അവിടെ ബ്ലോക്കായി കുടുങ്ങിയത്. അന്നും നമ്മൾ പ്രക്ഷോഭത്തിറങ്ങിയില്ല. 2019 ജനുവരി മാസം ലോകസഭ കടന്ന് വളരെ സേഫ് സോണിൽ കടന്ന ബില്ലാണ് 2019 ഡിസംബർ മാസം വീണ്ടും വരുന്നത്. അപ്പോഴാണ് നമ്മൾ സമരരംഗത്തിറങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാഷ്ട്രീയ ജാഗ്രതയുടെ കുറവ് കൂടി കൊണ്ടാണ് ഇത് ബില്ല് നിയമമായി മാറിയത്. അല്ലെങ്കിൽ അവിടെ ബില്ലായി കിടന്നേനെ. ഇപ്പൊ നടക്കുന്ന പ്രക്ഷോഭം ഏറ്റവും ചുരുങ്ങിയത് രണ്ടാം മോഡി സർക്കാർ വന്നതിന് ശേഷം രാജ്യസഭയിൽ അവർക്ക് ആധിപത്യം കിട്ടിയതിന് ശേഷം ഭരണഘടനയുടെ 370 വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്ന സമയത്ത് നമ്മളെ രാഷ്ട്രീയ ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നത്തിൽ അകപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനിയൊരു ട്രാപ്പ് ഉള്ളത് NRCയുടെ വിഷയത്തിലാണ്. NRCയെ കുറിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJPയുടെ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു ഞങ്ങൾ NRC നടപ്പിലാക്കുന്നുള്ളത്. അമിത്ഷാ ചുരുങ്ങിയത് 6 സ്ഥലത്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് നടത്തും, ആക്ട് അമെൻമെന്റ് നടത്തും. അങ്ങനെ അമെൻമെന്റ് മാത്രമല്ല, ഞങ്ങൾ അതിനുശേഷം ആസാം മോഡൽ വെസ്റ്റ് ബംഗാളിൽ NRC നടപ്പിലാക്കും. അതിനുശേഷം രാജ്യം മുഴുവൻ NRC നടപ്പിലാക്കുമെന്ന് ഏപ്രിൽ മാസത്തിലുള്ള പ്രചരണ പരിപാടികളിൽ വ്യാപകമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ല് സഭയിൽ വന്ന സമയത്ത് ആ സഭയിലുള്ള ചർച്ചയുടെ സമയത്തും അദ്ദേഹം ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിരിക്കെ നരേന്ദ്രമോദി ഇതൊരു സമരമായി രൂപപ്പെട്ടു വന്ന സമയത്ത് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് പറഞ്ഞത്, എന്റെ സഭയിലെ ആരും ഒരു BJP MP-യും ഞങ്ങൾ NRC നടപ്പിലാക്കുന്നു എന്ന് തീരുമാനം പറഞ്ഞിട്ടില്ല, എന്റെ ക്യാബിനറ്റിൽ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് മോഡി രാംലീല മൈതാനത്ത് വെച്ച് പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ അന്നു മുതലേ കളവ് പറയാൻ മോഡിയും സംഘപരിവാറും NRCയുടെ വിഷയത്തിൽ ശ്രമിച്ചിരുന്നു. സമരം കുറച്ചുകൂടി മുന്നോട്ട് പോയി അതൊരു ക്രൈസിസിലാകും എന്ന ഘട്ടം വന്നപ്പോഴാണ് ഏറ്റവും അവസാനം പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് NRC ഞങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ അത് കേട്ട് കുറെ ആളുകൾ വിചാരിച്ചത് ഏതായാലും NRC നടത്താൻ തീരുമാനിച്ചിട്ടില്ല, നല്ല കാര്യം. ഞാൻ എന്താണ് NRC എന്ന വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യത കഴിഞ്ഞു. അപ്പൊ ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ NPR NRC ആയിട്ട് മാറും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ബേജാറാകുന്നത്. NRC എന്നുള്ളത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആണ്. NPR എന്നുള്ളത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ്. ഒന്ന് പൗരത്വ പട്ടിക, 2 ജനസംഖ്യാ പട്ടിക. സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് പൗരത്വ പട്ടിക വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറക്കുന്നതാണ്. പക്ഷേ ഒരു രാജ്യത്ത് ജനസംഖ്യാ പട്ടിക വ്യത്യസ്ത സ്വഭാവത്തിൽ വേണമെങ്കിൽ ഇറക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു പട്ടികയുടെ ശീലമുണ്ടായിരുന്നില്ല. നമ്മൾ സെൻസസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ആ 2003 അമെൻമെന്റ് പ്രകാരമുള്ള ചട്ടമനുസരിച്ച് നമ്മുടെ രാജ്യത്ത് NPR 2011 പ്രിപ്പയർ ചെയ്തിരുന്നു. ഇപ്പൊ 2021 അത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് NPR-നെ കുറിച്ചും ജാഗ്രത വന്നു. ധാരാളം ഗവൺമെന്റുകൾ NPR നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ NRC നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റും NPR നടപ്പിലാക്കില്ല എന്നുള്ളത് സംഘപരിവാർ ഇതര സർക്കാരുകളും
വ്യാപകമായി പ്രഖ്യാപിച്ചതോടുകൂടി സമരം ചെയ്യുന്നവരും സമരക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി ആ വിഷയത്തിൽ പേടിക്കാനൊന്നുമില്ലല്ലോ. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അമെന്റ്മെന്റ് അത് കോടതി ആ വിഷയത്തിൽ ഒരു വിധി പറയും. അപ്പോൾ ആ വിഷയത്തിലും സേഫായി. അങ്ങനെ സമരം ഒരു സേഫ് സോണിലാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന കുറെ നിഷ്കളങ്കർ, കുറെ സാധുക്കൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ സമരരംഗത്ത് വരാത്തത്. വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയവർ, വലിയ ചങ്ങല കെട്ടിയവരൊന്നും ഇപ്പോൾ സമരരംഗത്തില്ല. കാരണം സമരം വളരെ സേഫാണ്. കാരണം സമരത്തിൽ NRC നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രവും NPR-മായി സഹകരിക്കില്ല എന്ന് സംസ്ഥാനങ്ങളും പറഞ്ഞിരിക്കുന്നു. അതോടെ ഈ പദ്ധതി പരാജയപ്പെടുത്തി. അതുകൊണ്ട് സേഫാണ് എന്നാണ് ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ സമരം നടത്തുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഈ സമരം ഒന്ന് ലൈവാക്കുക, സമരത്തിന്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം പുലർത്തുക എന്നർത്ഥത്തിലാണ് ഈ സമരത്തിന് പ്രസക്തി. സമരം നടക്കേണ്ടത് ഡൽഹിയിലാണ്. സമരം നടക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് സ്ഥാപനങ്ങൾക്ക് മുമ്പിലാണ്. സമരം നടക്കേണ്ടത് സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ആ സ്ഥലങ്ങളിലൊക്കെ സമരം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളല്ല, നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ അത് വളരെ ജാഗ്രതയോടുകൂടി നടത്തുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ അർത്ഥത്തിലുള്ള റോളുകളുമില്ല. വിദ്യാർത്ഥികൾ കഴിഞ്ഞാൽ ആ സമരം നടത്തുന്നത് ഷഹീൻ ബാഗ് മോഡലിലുള്ള അമ്മമാരുടെ സമരമാണ്. ആ സമരവും ഇതിനെ ലൈവാക്കി നിർത്തുന്നിടത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലൊക്കെ ഈ സമരം മുന്നോട്ട് പോകുന്നിടത്ത് നമ്മളോട് പലപ്പോഴും സർക്കാരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വലിയ സമരത്തിനൊന്നും പ്രശ്നമില്ല. കാരണം NPR നടപ്പിലാക്കൂല ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, CAA നടപ്പിലാക്കൂല എന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമരം ആ സ്വഭാവത്തിൽ കേരളത്തിൽ സജീവാകേണ്ടതില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ആ വിഷയത്തിൽ ഉന്നയിച്ച രാഷ്ട്രീയ വാദങ്ങളെ മാനിക്കുന്നു. സംഭവം സോളിഡാരിറ്റിയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് അവരിപ്പോ തെരുവിലിറങ്ങി ചിലതൊക്കെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ കോടിയേരി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോ. സോളിഡാരിറ്റിയും ജമാഅത്ത് ഇസ്ലാമിയൊന്നും കൂടെ കൂട്ടൂല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂട്ടണമെന്ന് ഞങ്ങൾ ആരും കത്തും തന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. അത് പറയേണ്ട സമയത്ത് സോളിഡാരിറ്റിയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വൃത്തി പറയും. ഈ മൈക്കും സ്കോഡും പ്രചരണവും മാധ്യമങ്ങളും ചാനലുകളും നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, നമുക്കുണ്ടല്ലോ. അതിലൊക്കെ ചിലത് നമുക്കും പറയാലോ. മൗദൂദിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങളുടെ കുറെ സ്റ്റാലിനും ലെനിനും ഒക്കെ ഈ ലോകത്ത് എങ്ങനെയാണ് അധികാരം വാണത്, സോവിയറ്റ് യൂണിയൻ എങ്ങനെ ഉണ്ടായത്, എങ്ങനെ തകർന്നത്, കമ്മ്യൂണിസ്റ്റ് ചൈന എങ്ങനെ ഉണ്ടായത്, അവിടെ ഉയ്ഗൂറിലെ മുസ്ലിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്, ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികൾ എങ്ങനെ പോകുന്നതെന്നൊക്കെ നമുക്കും പറയാലോ. അത് പറയേണ്ട സമയത്ത് പറയും. പക്ഷെ സോളിഡാരിറ്റിയും ജമാഅത്ത് ഇസ്ലാമിയും മനസ്സിലാക്കുന്നത് ഇപ്പോ സംഘപരിവാറിനെതിരെ സമരം നടത്തേണ്ട സമയമാണ്. അതുകൊണ്ട് എല്ലാ ഊന്നലുകളും എല്ലാ ടാർജറ്റും അവിടത്തേക്കാണ് പോകേണ്ടത്. മതനിരപേക്ഷ കക്ഷികളോടുള്ള നമ്മുടെ വിമർശനങ്ങൾ ആ സ്വഭാവത്തിൽ നടത്തിയാൽ മതി. ജമാഅത്ത് ഇസ്ലാമി ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൊന്നും വലിയ വിശ്വാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ബാലൻസ് ചെയ്യേണ്ട ഗതികേടുമില്ല. കാരണം ഈ സമരത്തിൽ സംഘപരിവാറിനെ കുറ്റം പറയുമ്പോൾ ഏതെങ്കിലും ഹിന്ദുത്വ അനുകൂല വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഒരു ബാലൻസ് കെ നായർ കളിച്ച് ഒരങ്ങോട്ട് ഒരു വേട്ടക്കാരനെ ഒരു ഏറെറിയുമ്പോൾ ഇരകൾക്ക് നേരെ ഇങ്ങോട്ട് ഒരു ഏറെറിഞ്ഞ് ഇങ്ങനെ തൂക്കൊപ്പിച്ച് പോകേണ്ട ഒരു ഗതികേട് നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ആശയപരമായി ആദർശപരമായി ഉള്ള വിമർശനങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മതരാഷ്ട്രവാദമൊക്കെ CPM പറയണം. അങ്ങനെയൊക്കെ നല്ല ഉഷാറായി പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചൊക്കെ കുറച്ചുകൂടി വ്യക്തത കിട്ടും. ഈ അടുത്ത കാലത്ത് ഭരണഘടനാ ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട് ഫേസ്ബുക്കിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയുടെ ലിങ്ക് ഇതാ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടുത്തൊക്കെ നടന്നിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന 70 കൊല്ലമായിട്ട് മാർക്കറ്റ് കിട്ടുന്ന സാധനമാണ്. നിങ്ങളെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്ത് പ്രശ്നമാക്കേണ്ടില്ല, ഞങ്ങൾ എന്നത് പബ്ലിഷ് ചെയ്താണ്. അപ്പൊ അതിലൊക്കെ കൃത്യമായ വ്യക്തതയും ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ്. മറുഭാഗത്ത് CPM-ഉം ഇടതുപക്ഷ കക്ഷികളും നടത്തുന്ന സമരങ്ങളെയും മാനിക്കുന്നു. സമരം നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളെ സമരം നടത്താൻ പാടുള്ളൂ, ഞങ്ങളാണ് ഈ നാടിന്റെ മുതലാളിമാർ, ഞങ്ങളില്ലെങ്കിൽ ഈ നാട്ടിന്റെ മതേതരത്വം പൊളിഞ്ഞു പോകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൊട്ടക്കണത്തിലെ തവളകൾ ചിന്തിക്കുന്ന പോലെ സോളിഡാരിറ്റിയും ജമാഅത്ത് ഇസ്ലാമിയൊന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സമരം നമ്മൾ ഒറ്റക്കും നടത്തി ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ഒരു പ്രസ്ഥാനത്തിനൊന്നും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരമല്ല.
കാരണം ഈ സമരം നടക്കുന്നത് കേരളത്തിലും മലബാറിലെ 7 ജില്ലയിലും മാത്രമൊന്നല്ല. അങ്ങനെ അവസാനിക്കേണ്ട സമരമല്ല എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടും ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ജാമിയ മില്ലയിലെ സമരമായാലും അലിഗഡിലെ സമരമായാലും ഷാഹിൻബാഗിലെ സമരത്തിലൊക്കെ ആരാണ് സമരം ചെയ്യുന്നത് എന്നൊക്കെ ധാരണ ഉള്ളത് കൊണ്ടും ഈ സമരത്തിൽ CPM-കാരോ LDF-കാരോ സമരം ചെയ്യേണ്ടതില്ല എന്ന വിശ്വാസമോ നാട്യമോ അവകാശവാദമോ ആരോപണമോ ഒന്നും നമുക്കില്ല. എല്ലാവരും സമരം ചെയ്യണം. എല്ലാ സമരങ്ങളും ഈ സമരത്തിനെ ശക്തിപ്പെടുത്തും. അവിടെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻസ് കെ നായർ പൊളിറ്റിക്സിന്റെ ഒരു ഗതികേടായിട്ട് നമുക്ക് മനസ്സിലാവും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ആ വിഷയത്തിൽ. പക്ഷെ എന്റെ രാഷ്ട്രീയ വിമർശനം പറയാണ്ടിരിക്കാൻ പറ്റൂല. കാരണം കേരളത്തിൽ NPR നടപ്പിലാക്കില്ല എന്ന് വന്നതോടുകൂടി ഈ സമരം ഇനി കേരളത്തിൽ പ്രസക്തമല്ല എന്ന ഒരു വാദഗതിയിലേക്ക് ഈ സമരത്തിന്റെ ഡയറക്ഷനെ തണുപ്പിക്കാൻ ഏതോ അർത്ഥത്തിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്നതൊരു ആരോപണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് NPR പ്രോസസ് നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് സെൻസസിന്റെ പ്രോസസ്സിലുമായി സഹകരിച്ചുകൊണ്ടാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2003 അമെന്റ്മെന്റ് പ്രകാരം അതിലെ ക്ലോസ് അനുസരിച്ചുകൊണ്ട് 2011 നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും NPR റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ 2010 NPR-ന് വേണ്ടി പ്രത്യേക അപേക്ഷ കൊടുത്തത്? NPR-ന് വേണ്ടി പ്രത്യേകം അപേക്ഷ കൊടുത്ത് നമ്മൾ ക്യൂ നിന്ന് വെരിഫൈ ചെയ്തതിനെ കുറിച്ച് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അന്ന് പ്രഖ്യാപിച്ചിരുന്നു NPR. നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ കേൾക്കുകയും അതിന്റെ ഇടപാടുകളും അതിന്റെ വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും NPR-ന് വേണ്ടി പ്രത്യേകം അപ്ലൈ ചെയ്തിരുന്നോ? ഇല്ല. പിന്നെന്താ സംഭവിച്ചത്? എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടപ്പിലാക്കും. ആ സെൻസസിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് 2011 NPR തയ്യാറാക്കി എന്നതാണ് സംഭവിച്ചത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 2011 സെൻസസിന് വേണ്ടിയുള്ള പ്രോസസ് ഡാറ്റകൾ 2011 പ്രഖ്യാപിച്ച NPR-ന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് സംഭവിച്ചത്. അപ്പൊ 2021 സെൻസസിനും സംഭവിക്കാൻ പോകുന്നതാണ്. നമ്മുടെ രാജ്യത്ത് NPR എന്ന് പറഞ്ഞ വേറെ തന്നെ പ്രോസസ് നടപ്പിലാക്കും എന്നല്ല NPR-മായി ബന്ധപ്പെട്ട് കേന്ദ്ര നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ, സെൻസസ് കമ്മീഷൻ പുറത്തുവിട്ട നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് സെൻസസ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് NPR. അഥവാ NPR തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് സെൻസസ് നടപ്പിലാക്കുന്നത്. ആ സെൻസസിന്റെ ചോദ്യാവലിയും NPR-ന്റെ ചോദ്യാവലിയും ഏതാണ്ട് ഒന്നാണ്. ഈ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ NPR പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് 2011 അനുഭവം വെച്ച് നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ വിവാദം വന്നു കേരളത്തിലെ മാനന്തവാടിയിലെ തഹസിൽദാരും മഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറിയും രാമനാട്ടുകര മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥര് നോട്ടിഫിക്കേഷൻ ഇറക്കി. സെൻസസിന് ആളെ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറക്കിയ സർക്കുലറിൽ അവര് വളരെ കൃത്യമായി ഇത് NPR-ന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. കളക്ടർമാർ ഉപയോഗിച്ച് കണ്ണക്കുരുട്ടിയിട്ടുണ്ടെങ്കിലും ആ ഉദ്യോഗസ്ഥർ ആരും മാപ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഉദ്യോഗസ്ഥര് സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനത്തിനെതിരായി മാപ്പ് പറഞ്ഞിട്ടില്ല. മാപ്പ് പറയാതിരിക്കാനുള്ള കാരണം അവർ അതിന് ഏതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഒഫീഷ്യൽ രേഖകൾ തയ്യാറാക്കുന്ന ആളുകൾക്കും അറിയാം. സാധാരണ ഒരു കീഴുദ്യോഗസ്ഥൻ ഒരു സർക്കുലർ ഇറക്കുമ്പോ, ഒരു നിർദ്ദേശം കൊടുക്കുമ്പോ റഫറൻസ് എന്ന് പറഞ്ഞ് അതിനെ ആധാരമാക്കിയ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനെ അറ്റാച്ച് ചെയ്യും. ഈ പറഞ്ഞ NPR-ന് വേണ്ടി സെൻസസിലേക്ക് ആളെ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിറക്കിയ സർക്കുലറിലൊക്കെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ NPR-ന് വേണ്ടി ഇറക്കിയ സർക്കുലറിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അത് വിവാദമായ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ്, ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നാണ്. അത് ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസസ് കമ്മീഷനാണ് ഈ പ്രോസസ്സിന് നേതൃത്വം കൊടുക്കുക. അവർക്ക് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊടുക്കുക എന്ന് പറയുന്ന ക്ലറിക്കൽ വർക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളൂ. എന്ന് പറഞ്ഞാൽ
ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലുള്ള NPR എന്ന് പറയുന്ന പ്രോസസ് നടപ്പിലാക്കൂല എന്ന് പറയുമ്പോഴും ഈ NPR പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച സെൻസസ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നാൽ NPR വേറെ നടത്തേണ്ടതില്ല, അത് തന്നെയായി NPR മാറും, സെൻസസ് മാറും എന്ന് തിരിയാത്തവരല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അവരത് പറയില്ല. അത് പറയാൻ സമ്മർദ്ദത്തിലായ സന്ദർഭങ്ങളിൽ മാത്രം പറയുക എന്നവരുടെ പോളിസിയാണ്. NPR-മായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെ മീറ്റിംഗ് വിളിച്ചു. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആരെയും മമത അയച്ചില്ല. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട്. അതിന് മിനിറ്റ്സ് പുറത്തു കിട്ടും. അതിൽ ആ മീറ്റിംഗിൽ ഞങ്ങളുടെ സംസ്ഥാനം NPR നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നവരാരും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണത്താൽ ആ മീറ്റിംഗിൽ പോകാതിരുന്നിട്ടില്ല. കേരളത്തിൽ നടപ്പിലാക്കാത്ത NPR-ന് എന്തിനാണ് കേരളത്തിൽ നിന്ന് പ്രതിനിധികളെ സംസ്ഥാന ഗവൺമെന്റ് അയച്ചത്? എന്തിനാണ് കേരള ഗവൺമെന്റ് ആ മീറ്റിംഗിൽ പോയിട്ട് അവരുടെ വിയോജിപ്പും തീരുമാനവും ആ മീറ്റിംഗിൽ പ്രഖ്യാപിക്കാതിരുന്നത്? ഇതിന് ഉത്തരം പറയാൻ ബാധ്യത ഈ സമരത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ ഈ സമരത്തെ സേഫാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനുണ്ട്. ഇത് രാഷ്ട്രീയ വിമർശനമാണ്. കാരണം ഈ സമരം മുന്നോട്ട് പോകുന്നിടത്ത് ഇതിന്റെ ഉത്തരം കിട്ടുക എന്നുള്ളത് വളരെ അനിവാര്യതയാണ്. CAA വിഷയത്തിലും ഇതേ പ്രശ്നമുണ്ട്. കേരളത്തിൽ CAA നടപ്പിലാക്കൂല എന്ന് പ്രഖ്യാപിച്ചു. നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. CAA-യും NPR-ഉം NRC-യും നടപ്പിലാകരുത് എന്ന് തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ നടപ്പിലാകില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഭരണതലത്തിൽ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള വഞ്ചനയാണ്. അത് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. 2 ആഴ്ച മുമ്പ് കണ്ണൂർ കളക്ടറേറ്റിൽ നമ്മുടെ ഈ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് നിന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പൗരത്വമുള്ള ഒരു കുടുംബം ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു. അത് മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കി. മാതൃഭൂമി ന്യൂസിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ തെറ്റിയതുകൊണ്ട് അവർക്ക് ഉന്നയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന് തമാശ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ സംഭവിച്ചത് കണ്ണൂർ കളക്ടറേറ്റിൽ ഈ അപേക്ഷയുടെ 3 കോപ്പി വന്നു. വന്നപ്പോൾ അത് വിവാദമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിന്റെ പ്രസ്താവന ഇറങ്ങി. അദ്ദേഹം പറയുന്നത് ഇത് കേന്ദ്രത്തിന് കൊടുത്തൊരു സബ്മിറ്റ് ചെയ്ത ഒരു പേപ്പറാണ്. അത് സ്വീകരിക്കുക എന്ന പണി മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ CAA നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല, ആർക്കും പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. വളരെ കൃത്യമായ സത്യസന്ധമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CAA പ്രകാരം ഒരാൾക്ക് പൗരത്വം കിട്ടുന്നതിന് വേണ്ടി ആ കുടുംബം കൊടുത്ത ചോദ്യാവലിയിലൂടെ പുറത്തു വന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ കുടുംബം അപേക്ഷ കൊടുത്ത സമയത്ത് 2019 ഭേദഗതി പ്രകാരമുള്ള ഒരു ചോദ്യം അതിൽ വന്നിരിക്കുന്നു. ആ ചോദ്യത്തിൽ ഇങ്ങനെയാണുള്ളത്. ഞാൻ ആപ്ലിക്കേഷൻ നേരിട്ട് കണ്ട ആളാണ്. ആ ചോദ്യത്തിലുള്ളത്, നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യത്തിൽപ്പെട്ട ആളാണോ? രണ്ടാമത്തെ ചോദ്യം, ആ രാജ്യത്തിൽപ്പെട്ട ആളാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഈ 6 മതത്തിൽപ്പെട്ട ആളാണോ എന്ന ചോദ്യം അതിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യം എങ്ങനെ വന്നു എന്നുള്ളത് വേറെ ചർച്ചാ വിഷയം. കാരണം ഈ അപേക്ഷ കൊടുക്കുന്നത് 2020 ജനുവരി മാസം 20-ാം തീയതി 24-ാം തീയതി ആയിട്ടാണ്. ഈ നിയമം CAA നിയമം, അതായത് പൗരത്വ ഭേദഗതി നിയമം സംഭവിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2020 ജനുവരി 10-ാം തീയതിയാണ്. ഇപ്പൊ സാധാരണ ഒരു നിയമം നിർമ്മിച്ചാൽ ആ ആക്ട് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് ഭരണതലത്തിൽ ചട്ടങ്ങൾ ഇറക്കും, റൂൾസ് ഇറക്കും. 2019 ഭേദഗതി പ്രകാരമുള്ള റൂൾസ് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടില്ല. അങ്ങനെ പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ 2019 മാത്രം നടപ്പിലായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ചോദ്യം എങ്ങനെയാണ് അപേക്ഷയിൽ വന്നത്? ആ ചോദ്യം നമ്മൾ ചർച്ച ചെയ്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാവും. ഒരു നിയമം ഭേദഗതിപ്പെടുത്തി അതനുസരിച്ചുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കണം.
അത് പ്രഖ്യാപിക്കണം. അതനുസരിച്ചാണ് കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. പക്ഷെ ആ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചോദ്യങ്ങൾ അവരുടെ ചോദ്യാവലിയിൽ വന്നിരിക്കുന്നു. അപ്പൊ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് 2010 ചട്ടങ്ങളുടെ ഉപാധി അനുസരിച്ച് 2015 ഇറങ്ങിയ പ്രത്യേക ഓർഡിനൻസിലൂടെ അതിനെ സപ്പോർട്ട് ചെയ്ത് 2018 ഡിസംബർ മുതൽ ആ ചോദ്യാവലി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യമായി. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, 2019 ഡിസംബറിൽ വന്നൊരു ഭേദഗതി പ്രകാരമുള്ള ചോദ്യം 2018 ഡിസംബർ മുതൽ തന്നെ CAA പ്രകാരം പൗരത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനതൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി 2018 ഡിസംബറിലെ ഫോമും 2015 ഡിസംബറിലെ ഫോമും സംഘടിപ്പിച്ചിട്ട് ഒത്തുനോക്കി. അപ്പൊ 2015 ആ ചോദ്യം ഇല്ല, 2018 അതുണ്ട്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്ലാൻഡായി ചോദ്യങ്ങളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ച് അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തി അതിനാവശ്യമായ ഓർഡിനൻസ് ഇറക്കി എല്ലാ ശ്രമങ്ങളും നടത്തിയതിനു ശേഷമാണ് ഈ ഭേദഗതി നടപ്പിലാക്കിയത്. ഈ ഭേദഗതി പ്രകാരം ഒരാള് പുതുതായി അപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പോ കണ്ണൂരിലെ ആ അപ്ലിക്കേഷന്റെ പ്രശ്നം, ആ അപ്ലിക്കന്റ് ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല, ലീഗൽ മൈഗ്രന്റ് ആണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട് ലീഗൽ മൈഗ്രന്റിനും ഇല്ലീഗൽ മൈഗ്രന്റിനും രണ്ട് ഉപാധികളാണ്. ഇവിടെ ഇല്ലീഗൽ മൈഗ്രന്റിന് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തമാണ്. 2019 ഈ ഭേദഗതി പ്രകാരമുള്ള അപേക്ഷയും കൂടി പരിഗണിച്ചുകൊണ്ട് അവര് കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഇത് അപ്ലൈ ചെയ്തു. ഇനി പ്രോസസ്സ് ശരിക്കും ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്തത് കേന്ദ്രത്തിന്റെ സൈറ്റിലാണ്, ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരാൾ അപ്ലൈ ചെയ്താൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ അതിന്റെ 3 കോപ്പി പ്രിന്റ് എടുത്ത് അതത് അയാൾ ജീവിക്കുന്ന പ്രദേശത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഥവാ കളക്ടർ, രണ്ടും 2 സ്ഥലത്തായിട്ടാണ് ഉണ്ടാകുക. ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്, ചില സ്ഥലത്ത് കളക്ടറാണ്. ഇവർക്ക് ഇത് സബ്മിറ്റ് ചെയ്യണം 3 കോപ്പി. കളക്ടർ ഇത് സ്വീകരിച്ചാൽ അയാളെ പണി എന്താ? അയാൾ 1 കോപ്പി ജില്ലാ പോലീസ് മേധാവിക്ക് സൂപ്രണ്ടിന് കൊടുക്കണം, 1 കോപ്പി. അത് ലോക്കൽ വെരിഫിക്കേഷന് വേണ്ടിയാണ്, അയാളെ കുറിച്ച് പ്രാദേശികമായ വിവരങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി. 1 കോപ്പി അദ്ദേഹം കൊടുക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ വേണ്ടി. 1 കോപ്പി അവിടെ കളക്ടർ തന്നെ വെക്കും. ഇങ്ങനെ കൊടുത്ത കോപ്പികൾ ജില്ലാ കളക്ടർ തിരിച്ചു വാങ്ങി അത് സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുക. സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം ആ വെരിഫൈ ചെയ്ത് കളക്ടർ തന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുക എന്നുള്ളതാണ് നിലവിൽ ഒരാൾ പൗരത്വത്തിന് അപേക്ഷിച്ചാലുള്ള ഉപാധി, ഭേദഗതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ റോൾ എന്താ? അങ്ങനെ റോളില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ്താവനയിൽ തന്നെ വന്നു. ഒരാൾ അപേക്ഷ തരുന്നു കളക്ടർക്ക് അത് സ്വീകരിക്കണം. വെരിഫിക്കേഷൻ നടത്തേണ്ട ചുമതല പോലീസിനാണ്. വെരിഫിക്കേഷൻ നടത്തിയിട്ട് ആ വെരിഫിക്കേഷൻ പ്രകാരം ഇയാൾ പറഞ്ഞ ഡാറ്റ ഒക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത് അയച്ചു കൊടുക്കുക എന്നതല്ലാത്ത ഒരു പ്രോസസ്സും സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ റോളില്ല. അപ്പൊ അങ്ങനെ റോളില്ലെങ്കിൽ കേരളത്തിൽ CAA നടപ്പിലാക്കൂല എന്ന് പിണറായി വിജയൻ പറയുന്നത് ഏത് നിയമത്തിന്റെ, ആ നിയമത്തിനെ തുടർന്നുള്ള ഏത് ചട്ടത്തിന്റെ, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന്, ഇടതു മുന്നണിയുടെ പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുക. CAA കേരളത്തിൽ മാത്രം നടപ്പിലാവൂല എന്നത് ഒരു പഞ്ചിനൊക്കെ ഓക്കെയാണ്, സമരത്തെ ശക്തിപ്പെടുത്തും, അതൊരു ദേശീയ വാർത്തയാണ്, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്, അത് സമരത്തിന് ഫലം നൽകും, എന്തൊക്കെ ശരിയാണ്. അതൊരു ലീഗൽ വാലിഡിറ്റി ഉള്ള ഒരു പ്രസ്താവനയല്ല. ഏതെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ സാധാരണ കോടതി വിധി വരും, കോടതി ഒരു വിഷയത്തിൽ കമന്റ് ചെയ്യും. കോടതി പല സ്വഭാവത്തിൽ കമന്റ് ചെയ്യും. ഒരു വലിയ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി തന്നെ കമന്റ് ചെയ്യും ഒരു വിഷയത്തിൽ, അങ്ങനെയല്ല ആവേണ്ടത്, ഇങ്ങനെയാണ് ആവേണ്ടത്, സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത്. ഇതൊക്കെ കോടതിയുടെ ഡയലോഗാണ്, കോടതിയുടെ പരാമർശങ്ങളാണ്, കോടതിയുടെ നിരീക്ഷണങ്ങളാണ്. ഈ നിരീക്ഷണങ്ങൾക്ക് ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇത് വെച്ച് നിങ്ങൾക്ക് കേസിന് പോകാൻ കഴിയില്ല. പക്ഷെ കോടതിയുടെ ന്യായം, കോടതി പറയുന്ന വിധിന്യായം, അത് ലീഗൽ വാലിഡിറ്റിയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് എടുക്കുന്ന രാഷ്ട്രീയ പോളിസികൾ, നിയമസഭ എടുക്കുന്ന രാഷ്ട്രീയ പോളിസികളും
അതിന് പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതും ലീഗൽ വാലിഡിറ്റി ഉള്ള ഒരു പ്രോസസ് അല്ല. അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായ പ്രകടനമാണ്. അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, അഭികാമ്യമാണ്, സ്വാഗതാർഹമാണ്. പക്ഷെ കേരളത്തിൽ ഇനി എന്തിനും സമരത്തിനൊന്നും വിഷയമില്ല. കേരളം CAA ഓക്കെ, NPR ഓക്കെ, NRC ഓക്കെ എന്ന് പറയുന്നത് ഏത് വിധിയിൽ, ഏത് നിയമത്തിൽ, ആ നിയമത്തിന്റെ ഏത് ചട്ടത്തിന്റെ വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ന് വിശദീകരിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ണൂരിലെ CAA അപേക്ഷ കൊടുത്ത സമയത്ത് കൊടുത്ത വിശദീകരണത്തിലും NPR-മായി ബന്ധപ്പെട്ട് കേന്ദ്രം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തെടുത്തും NPR-മായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇറക്കിയ സർക്കുലറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൂടെയും വളരെ കൃത്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമരരംഗത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മുടെ സമരം ജെന്യൂനായ, വളരെ ടാർജറ്റായ ഒരു ഇഷ്യൂ ബേസ്ഡ് സമരമാണ്. സമരത്തിന്റെ ആംഗിളിൽ സംഘപരിവാറുണ്ട്, RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്, മനുസ്മൃതി മുന്നോട്ട് വെക്കുന്ന വംശീയ പ്രത്യയശാസ്ത്രമുണ്ട്, ഒക്കെ ശരിയാണ്. അത് ഈ സമരത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമരാഹ്വാനങ്ങളും അതിന്റെ രാഷ്ട്രീയ ആദർശ പരിസരവും. സമരത്തിന് രാഷ്ട്രീയ മുദ്രാവാക്യം CAA നടപ്പിലാക്കരുത് എന്നാണ്, NRC നടപ്പിലാക്കരുത്, NPR-ന്റെ കുറുക്കു വഴി അതിനുപയോഗിക്കരുത് എന്നാണ്. ഈ സമരം വിജയിപ്പിക്കുന്നിടത്ത് ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നു, ഈ സമരം വിജയിപ്പിക്കുന്നിടത്ത് നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് 2020 ഏപ്രിൽ ആദ്യഘട്ടത്തിൽ സ്ഥാപക ജംഗമ വസ്തുക്കളുടെ കണക്കെടുപ്പും 2021 ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പും ഉൾപ്പെടെയുള്ള സെൻസസ് പ്രോസസ് ആ പ്രോസസ് നിർത്തലാക്കുക എന്നുള്ളത് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമരത്തിന്റെ ആംഗിൾ അതിലേക്ക് പോവേണ്ടതുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെ മാനിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രമം ആത്മാർത്ഥമാണ് എന്ന് വിശ്വസിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആത്മാർത്ഥമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ CAA-യുടെ വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ, NRC-യുമായി ബന്ധപ്പെട്ട് ദുരൂഹത മാറുന്നത് വരെ കേരളം സെൻസസ് നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ധൈര്യം, ഇച്ഛാശക്തി ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ നമുക്ക് പറയാം ഈ സമരത്തിന്റെ കൂടെ അവരുണ്ട്. അല്ലാത്തതൊക്കെ വെർബൽ ബോംബിംഗ് എന്ന് പറയാനേ പറ്റുള്ളൂ. വാചകടിച്ചിട്ട് വലിയ വർത്താനം പറയാം. പ്രസംഗിക്കുന്നതിനും പുത്തിരിക്കണ്ടം മൈതാനിയിലും പാലക്കാട് കോട്ട മൈതാനിയിലും കൊല്ലം പീരങ്കി മൈതാനിയിലും കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിലും കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലൊക്കെ വന്ന് ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് അങ്ങ് ബ്രണ്ണൻ കോളേജിലെ ഊരിയ കത്തിയൊക്കെ വെച്ചുകൊണ്ട് പ്രസംഗിക്കല് രസമുള്ള കാര്യമാണ്. അങ്ങനെ പ്രസംഗിച്ചതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ UAPA-യുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ. കേരളത്തിൽ UAPA നടപ്പിലാക്കില്ല എന്ന് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത പോളിസിയാണല്ലോ. അത് എത്ര സ്ഥലത്ത് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്? എന്നിട്ട് നിങ്ങളുടെ സഖാക്കളെ തന്നെ UAPA വിഷയത്തിൽ പ്രതി ചേർക്കപ്പെട്ട സമയത്ത് എന്തായിരുന്നു നിലപാട്? ആദ്യം അതിനെ ന്യായീകരിച്ച് ഞാനെന്താ അമിത്ഷാന്റെ മുമ്പ് പോയിട്ട് കുമ്പിടണോ എന്നൊക്കെ ചോദിച്ചാള് പിറ്റേന്ന് അമിത്ഷാക്ക് കത്തെഴുതിയില്ലേ? എന്താ കത്തെഴുതത്? UAPA ആ ചെറുപ്പക്കാരെ യാതൊരു തെളിവുമില്ലാതെ ആ ചെറുപ്പക്കാരെ പിടിച്ചു കൊടുത്തത് ശരിയായില്ല എന്ന് അംഗീകരിക്കേണ്ടി വന്നതുകൊണ്ടാണല്ലോ കത്തെഴുതിയത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? UAPA വിഷയത്തിൽ ആ ചെറുപ്പക്കാരെ പ്രതിരോധത്തിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള കാരണക്കാരായി കേരളത്തിൽ ഇടതുപക്ഷം മാറി എന്നുള്ളതാണ്. അപ്പൊ UAPA നടപ്പിലാക്കൂല എന്ന് നടത്തിയ വെർബൽ ബോംബിങ്ങിന്റെ നിലവിൽ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള ഒരു സാഹചര്യം ആവരുത് കേരളത്തിലെ CAA, NRC, NPR വിരുദ്ധ സമരങ്ങളിലെ നിങ്ങളുടെ വെർബൽ ബോംബിംഗ് എന്ന താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒന്ന്, രാജ്യവ്യാപകമായി NRC-യിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ പാർപ്പിക്കാൻ വേണ്ടി ഡിറ്റൻഷൻ ക്യാമ്പുകൾ ആരംഭിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോളിസിയാണ്. നേരത്തെ സൂചിപ്പിച്ച രാംലീല മൈതാനിയിലെ പ്രസംഗത്തിൽ മോഡി അതും പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടേ ഇല്ല എന്നുള്ളത്.
രാജ്യത്ത് അങ്ങനെ ഒരു ഡിറ്റൻഷൻ ക്യാമ്പ് തുറക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മോഡി പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾ ഞെട്ടെടുത്തിട്ട് വെറുതെ ഡിറ്റൻഷൻ ക്യാമ്പുകൾ ഇൻ ആസാം എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് AP-യും AFP-യും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കിട്ടും. അത്തരത്തിലുള്ള ഡിറ്റൻഷൻ ക്യാമ്പുകളുടെ പരിസരത്ത് പോയ ആളാണ് ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആസാമിലെ വടക്ക് ഭാഗമായ തെസ്പൂരിലെ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളുടെ NRC-യിൽ നിന്ന് പുറത്തായ ഇന്ത്യൻ പൗരന്മാരുടെ ലിസ്റ്റ് എന്റെ കൈവശമുണ്ട്. ആ വിഷയത്തിൽ ധാരാളം കോടതി തന്നെ പരാമർശങ്ങൾ വരുന്ന സ്വഭാവത്തിലേക്ക് കേസുകൾ പോയിട്ടുണ്ട്. അമ്മ അകത്ത്, അച്ഛൻ പുറത്ത്, കുട്ടി പുറത്ത്, അമ്മ അകത്ത്. ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ ഒരു ശിശുവിന് ലഭിക്കേണ്ട പരിഗണന ലഭിക്കാത്തതിന്റെ പേരിൽ ഡിറ്റൻഷൻ ക്യാമ്പുകൾക്കെതിരെ പരാമർശങ്ങൾ പോയിട്ടുണ്ട്, വിമർശനങ്ങൾ പോയിട്ടുണ്ട്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വാർത്തയായിട്ടുണ്ട്. ആ വാർത്തയായ സാഹചര്യം മുന്നിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നേരത്തെ അമിത്ഷാ NRC രാജ്യം മുഴുവൻ നടപ്പിലാക്കുമെന്ന അവരുടെ പ്രഖ്യാപിത പോളിസിയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഡിറ്റൻഷൻ ക്യാമ്പും അവരുടെ ദേശവ്യാപക പോളിസിയാണ്. ഇതുവരെ സംസ്ഥാന സർക്കാരിന് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്, ഇനിയും വെളിച്ചത്ത് വരാത്തൊരു കാര്യം. 2019 ജനുവരി മാസം അവസാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മുഴുവൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പുകൾക്കും നിങ്ങളുടെ സംസ്ഥാനത്ത് ഇന്ന വകുപ്പനുസരിച്ച് ഇന്ന കാറ്റഗറിയുള്ള ഈ വലിപ്പമുള്ള അതിന്റെ ലേഔട്ട് ഉൾപ്പെടെ അയച്ചുകൊണ്ട് അത്തരം സ്വഭാവത്തിലുള്ള ഡിറ്റൻഷൻ ക്യാമ്പുകൾ തയ്യാറാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം കത്തെഴുതിയിട്ടുണ്ട്. ഇത് കേന്ദ്രം സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത കർണാടകയില് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിറ്റൻഷൻ ക്യാമ്പിന്റെ വർക്ക് ആരംഭിച്ചു. അതിന്റെ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ ഫോട്ടോ സഹിതം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു കത്ത് വന്നിനോ ഇല്ലേ? എന്റെ ധാരണ ശരിയാണെങ്കിൽ 1 മാസം മുമ്പോ 2 മാസം മുമ്പോ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പത്രക്കാർ ചോദിച്ചപ്പോ പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു MLA KM ഷാജി നിയമസഭയിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു, അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ് എവിടം വരെ എത്തി എന്ന ചോദ്യം ചോദിച്ചപ്പോ വിവരാവകാശ രേഖയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് 1 മാസം വരെ നീട്ടി. എന്നിട്ട് അങ്ങനെ ഒരു കത്ത് വന്ന കാര്യം പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നത് സാമൂഹ്യനീതി വകുപ്പിനാണ്. സാമൂഹ്യനീതി വകുപ്പിനോട് ഈ അപേക്ഷ ചോദിച്ചപ്പോ അവർക്ക് ആ വിഷയത്തിലുള്ള പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ല. അപ്പൊ എല്ലാ സംസ്ഥാനത്തും പോയ കത്ത് കേരളത്തിൽ മാത്രം വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കത്ത് പുറത്തുവിടുന്നില്ല? അതിന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എവിടം വരെ എത്തിയെന്ന കാര്യം വെളിപ്പെടുത്തുന്നില്ല. ഇത് തുറന്നു പറയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരുണ്ടല്ലോ. കാരണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സമരത്തിന് കൂടിയാണ്. ഈ വിഷയത്തിൽ സംഘപരിവാർ വിരുദ്ധ നയമാണ്. ഇങ്ങനെ നയമുള്ള ഒരു സർക്കാർ എന്തുകൊണ്ട് അത് മറച്ചു വെക്കുന്നു എന്ന ചോദ്യത്തിനും മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഈ കത്തുമായി ബന്ധപ്പെട്ട് വിവാദം വരുന്നതിന് മുമ്പ് കൃത്യമായി പറഞ്ഞ ഡിസംബർ മാസത്തിൽ CAA പ്രക്ഷോഭം നടക്കുന്ന എന്റെ പീക്ക് ടൈമിലാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ കൊച്ചി ബ്യൂറോ ഈ വിഷയത്തിൽ കേരളത്തിൽ ഡിറ്റൻഷൻ ക്യാമ്പിന്റെ നിർമ്മാണം ആരംഭിച്ചു എന്ന സ്വഭാവത്തിൽ ഒരു വാർത്ത പുറത്തുവിടുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ആ വർക്ക് നിർത്തിവെച്ചു എന്നാണ്. നിർത്തിവെച്ചതിനെ കുറിച്ച് വേറെ പറയാണ്ട്, സമയം ദീർഘിക്കുന്നതോടെ ഞാൻ പോകുന്നില്ല. നിർത്തിവെച്ചു. എന്നിട്ട് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം വന്നു. അത് 2011 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് അയച്ച ഒരു കത്തിന്റെ തീരുമാനപ്രകാരമാണ് അതിന്റെ വർക്ക് നടന്നത്. അത് വിസ കാലയളവ് കഴിഞ്ഞ് കേരളത്തിൽ തുടരുന്ന വിദേശ പൗരന്മാരെ സെറ്റിൽ ചെയ്യാൻ സാമൂഹ്യ നീതി വകുപ്പ് തുടങ്ങുന്ന ഒരു ക്യാമ്പാണ്. അത് ഈ ഡിറ്റൻഷൻ ക്യാമ്പ് അല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി പറഞ്ഞു. ഇതിലെ ഒരു അമ്പ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2011 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു കത്ത് 2019 20 സംസ്ഥാന സർക്കാരുകൾക്ക് ആധികാരിക രേഖയാക്കി അത് നടത്താനും
അത് പണിയാനും ഞങ്ങൾ നിർബന്ധിതരാണ് എന്നാണല്ലോ സമ്മതിക്കുന്നത്. ഞങ്ങളുടെ ഭയം 2019 ജനുവരി മാസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സ്വഭാവത്തിൽ ഡിറ്റൻഷൻ ക്യാമ്പ് ആരംഭിക്കണമെന്ന ഈ കത്ത് 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അന്ന് വന്ന കത്തായിരുന്നു. ആ തീരുമാനപ്രകാരമാണ് ഞങ്ങളത് ചെയ്യുന്നത് എന്ന് നാളെ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ രാഷ്ട്രീയ ജാഗ്രത പറയുന്നത്. അപ്പൊ ആ വിഷയത്തിലും വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സമരം വളരെ കൃത്യമായ ടാർഗറ്റ് വിടാതെ, ലക്ഷ്യം വിടാതെ, വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടും വളരെ കൃത്യമായ നിരീക്ഷണങ്ങളോടും ഈ സമരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സമരം ചെയ്യുന്നത് ഈ രാജ്യത്തെ പൗരന്മാരാണ്, വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് അഭയാർത്ഥിത്വം നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ള സമുദായമാണ്. ആ സമുദായത്തിന് ഭയമുണ്ട്, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ 9 മണിക്കും ഈ ചൊവ്വക്ക് ഇത്ര അധികം ആളുകൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ രാജ്യം മുഴുവൻ അത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവുന്നത് കാരണം ഈ സമുദായത്തിന്, ഈ സമരം ചെയ്യുന്നവർക്ക് ഇത് അതിജീവന സമരമാണ്. ഇത് അതിജീവന സമരമാണ്. ഈ സമരം ഒന്ന് പാളിയാൽ ഒരുപക്ഷെ നാളെ ഇതുപോലുള്ള വലിച്ചെറിയലുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമരമാണ്. ഞാൻ കണ്ണൂരിലെ മറ്റൊരു വേദിയിൽ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കാം. നമ്മുടെ രാജ്യത്തെ ഇന്ന് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന അഭയാർത്ഥികൾ മ്യാൻമറിലെ റോഹിംഗ്യക്കാരാണല്ലോ. ഇടതുപക്ഷത്തിന് ഉൾപ്പെടെ അതിൽ ഒരു സംശയമില്ല. റോഹിംഗ്യക്കാർ ആണ് നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭയാർത്ഥികൾ. മതപരമായ കാരണങ്ങൾ കൊണ്ട്, വംശീയമായ കാരണങ്ങൾ കൊണ്ടാണ് അവർ വേദനിക്കപ്പെടുന്നത് എന്നതിലും സംശയമൊന്നുമില്ല. CAA പേരിൽ അയൽ രാജ്യങ്ങളിലുള്ള മതന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന സംഘപരിവാറിന്, അമിത്ഷയ്ക്ക്, മോഡിക്ക് ഈ റോഹിംഗ്യക്കാരെ മനസ്സിലാക്കാൻ പറ്റൂല. നമ്മൾ അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നു എന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ട് റോഹിംഗ്യക്കാർ അഭയാർത്ഥികളായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നു, ഇതുപോലെ സമരം അവിടെ നടക്കാത്തതുകൊണ്ടാണ്. കാരണം 1982 ഇന്ത്യയിൽ ഇപ്പോൾ ഭേദഗതിപ്പെടുത്തിയ സിറ്റിസൺഷിപ്പ് ആക്ടിന് തുല്യമായിട്ടുള്ള ഒരു ആക്ട്, സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ മ്യാൻമറിലെ CAA അവിടെ നടപ്പിലാക്കുന്നത് 1982 പക്ഷെ അതിന്റെ പേര് മ്യാൻമർ നാഷണാലിറ്റി ലോ എന്നാണ്. ഈ മ്യാൻമർ നാഷണാലിറ്റി ലോയിൽ ഇപ്പൊ CAA നടന്ന പോലെ ഒരു എക്സ്ക്ലൂഡിംഗ്, ഒരു മാറ്റി നിർത്തൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 6 സമുദായങ്ങളെയും 6 മതവിഭാഗങ്ങളെയും 3 രാജ്യങ്ങളെയും വെച്ചിട്ടാണ് പരാമർശിച്ചതെങ്കിൽ മ്യാൻമറിൽ നാഷണാലിറ്റി ലോ പ്രകാരം 1823 മുമ്പ് 823 മുമ്പ് മ്യാൻമറിൽ ജീവിച്ചിരുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥ മ്യാൻമർ ദേശീയവാദികൾ എന്നാണ് നിയമത്തിന്റെ ഇതിവൃത്തം. ശ്രദ്ധിക്കണം, 1982 നിയമം വരുന്നത്. കണക്കെടുപ്പ് നടത്തുന്ന വർഷം എന്ന് പറയുന്നത് 1823. 150 കൊല്ലം മുമ്പുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവിടെ നിയമനിർമ്മാണം നടക്കുന്നത്. ഇവിടെ ഇപ്പൊ ആസാമിൽ NRC 71 ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുമ്പോൾ 51 എന്നേ ഉള്ളൂ. അവിടെ 150 കൊല്ലം വന്നു. ഒരു നാഗരികത കെട്ടിപ്പടുക്കുന്നിടത്ത് നമുക്കറിയാം, മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പല കാര്യങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഈ നാഗരികതകൾ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ത്യ തന്നെ ഉണ്ടായത്. ഇന്ത്യയിലെ ആദ്യ ജനവിഭാഗങ്ങൾ ഇവിടെയുള്ള ഗോത്ര ജനവിഭാഗങ്ങളാണ്. അതിനുശേഷം ദ്രാവിഡന്മാർ വന്നു, അതിനുശേഷം ആര്യന്മാർ വന്നു. ഈ ആര്യന്മാർ ഇറാനിൽ നിന്ന് വന്ന ആര്യ വംശീയതയുടെ ഭാഗമാണ് മനുസ്മൃതി മുന്നോട്ട് വെക്കുന്ന സവർണർ. ആ സവർണർക്ക് വേണ്ടിയാണ് RSS പെരുമാറുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയം ഈ രാജ്യത്തേക്ക് വരുന്നത് വളരെ വൈകിയാണ്. ഇതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആളുകൾ വന്നും പോയിട്ടുമാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്നത്, നാഗരികതകൾ ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ മ്യാൻമറിൽ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ ചെയ്ത പോലെ, ലിസ്റ്റ് ചെയ്ത പോലെ അവരുടെ അവിടെയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 1823 എന്ന വർഷം വരുമ്പോ അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന പ്രധാന ജനവിഭാഗം റോഹിംഗ്യയിലെ മുസ്ലിങ്ങളായിരുന്നു. പക്ഷെ ആ നിയമനിർമ്മാണം നടന്നപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരൊരു നിയമം എന്ന അർത്ഥത്തിൽ അത് കണ്ടു. പക്ഷേ തുടർന്ന് 1995 UN ശുപാർശ അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ആസാമിൽ പൂർത്തിയായ NRC, CAA പേര് അവിടെ മ്യാൻമർ നാഷണാലിറ്റി ലോ എന്നാണെങ്കിൽ
NRCയുടെ പേര് അവിടെയും NRC എന്ന് തന്നെയായിരുന്നു. ഈ NRC ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ മ്യാൻമർ നാഷണാലിറ്റി ലോയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് റോഹിംഗ്യക്കാർ പുറത്തായതിനു ശേഷം 2 വർഷത്തിന് ശേഷം 95-ലാണ് NRC നടപ്പിലാക്കുന്നത്, 82-ലാണ് നിയമം വരുന്നത്. 2 വർഷത്തിന് ശേഷം ഈ പുറത്തുപോയ ആളുകളെ FRC എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയി. FRC കാറ്റഗറിയിൽ അവർ വന്നതോടുകൂടി അവർക്ക് സെക്കൻഡറി സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അവർക്ക് മാറേണ്ടി വന്നു. മ്യാൻമറിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലീഗൽ അസംബ്ലിയിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്തിരുന്നു, അവരുടെ രാഷ്ട്രീയ വ്യവഹാരം നടത്തിയിരുന്നു. പക്ഷെ FRC കാറ്റഗറിയിൽ അവർ വന്നതോടുകൂടി അവർക്ക് മത്സരിക്കാനുള്ള അർഹത ആദ്യം എടുത്തുകൊള്ളു. രണ്ടാമത്തത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അർഹത എടുത്തുകൊള്ളു. മൂന്നാമത്തത് അവർക്ക് ആ രാജ്യത്ത് നേരത്തെ ജീവിച്ചിരുന്ന സ്വന്തം ഭൂമിയിൽ ജീവിക്കുന്നതിന് പകരം അവരുടെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റി. പിന്നീട് നിയമവാഴ്ച നടക്കാതായി. ആ സമുദായത്തിന് മേലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ നേരെ വ്യാപകമായിട്ടുള്ള കയ്യേറ്റങ്ങൾ നടന്നു. വംശീയമായ ഉന്മൂലനം നടന്നു. അവരെ പരിരക്ഷിക്കാൻ സെക്കൻഡറി സിറ്റിസൺഷിപ്പ് ആയതുകൊണ്ട് നിയമപരിരക്ഷ ലഭ്യമായില്ല. അങ്ങനെയാണ് കിട്ടിയ ഭാണ്ഡം എടുത്ത് ബംഗ്ലാദേശിലും ഇന്ത്യയിലേക്കും ആ സാധുക്കൾ കുടിയേറി വരുന്നത്. 82-ലെ മ്യാൻമർ നാഷണാലിറ്റി ലോയെ 95-ലെ NRCയെ തടഞ്ഞു നിർത്തി അതിനെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ഗതികേട് വരില്ലായിരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ ഇന്ന് നടത്തുന്ന ഈ സമരം ഉണ്ടല്ലോ, പൗരത്വ ഭേദഗതി നിയമം, ഈ നിയമം പ്രകാരം നമ്മുടെ രാജ്യത്ത് വിഭജനങ്ങൾ സംഭവിച്ച് NRC റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ മോഡി തയ്യാറാക്കുന്ന ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് സെക്കൻഡറി സിറ്റിസൺഷിപ്പ് എന്ന ഉപാധിയോടുകൂടി മാറേണ്ടി വരുന്ന ഒരു സമുദായത്തിന്റെ നെഞ്ചിടിപ്പാണ് ഈ സമരം. അല്ലാതെ ഇത് വോട്ട് ബാങ്ക്, ആളുകൾ അടുത്ത 2ാം തവണ പിണറായി വരുമോ ഇല്ലേ, കഴിഞ്ഞ തവണ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാത്ത ആളുകളോടുള്ള കലിപ്പ് തീർക്കാനും വോട്ടും അതേപോലെ തന്നെ പിന്തുണയും പോകാതിരിക്കാൻ 2 സമുദായത്തിലെയും തീവ്രവാദികളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു മാനദണ്ഡത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ട് ഈ സമരത്തെ ലഘൂകരിക്കുന്നത്, വേട്ടക്കാരെയും ഇരകളെയും ഒരുപോലെ ലഘൂകരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഭാവി അധികാരം ഉറപ്പിക്കുന്ന ആളുകൾക്കും അത്രയൊക്കെ ചിന്തിച്ചാൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിച്ച പോരാ. നമുക്ക് അവരെ കൂടെ നിർത്തി, അവരെ കൂടെ ശരിപ്പെടുത്തി ഈ സമരത്തിലെ ആംഗിള് മാറിപ്പോവാതെ, ഈ സമരത്തിന്റെ ഊർജം നഷ്ടപ്പെടാതെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ടാണ് ഡൽഹിയിലെ ഷാഹീൻ ബാഗില് 2 മാസക്കാലം 60 ദിവസങ്ങളിലായിട്ട് അവർ തുമ്പമാര് കൈക്കുഞ്ഞിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഡൽഹിയിലെ -डिग्री ചൂട് തണുപ്പിലായിരുന്നു അന്ന് ആ സമരം മുന്നോട്ട് പോയത്. ഇന്ന് ആ ഡൽഹിയിലെ ഷാഹീൻ ബാഗ് ഓക്ലയിലെ നോയിഡക്കടുത്ത വെറും ഷാഹീൻ ബാഗ് അല്ല. ഡൽഹിയിൽ ഷാഹീൻ ബാഗ് മോഡൽ 3ഓളം സമരങ്ങൾ നടക്കുന്നുണ്ട്. ഷാഹീൻ ബാഗ് സമരം ഇന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നടക്കുന്നുണ്ട്, ഔറംഗാബാദിൽ നടക്കുന്നുണ്ട്, RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നടക്കുന്നുണ്ട്, കൊൽക്കത്തയിൽ നടക്കുന്നുണ്ട്, വിജയവാഡയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്, പാട്നയിലുണ്ട്, അറാറിയയിലുണ്ട്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഷാഹീൻ ബാഗ് നിറഞ്ഞു കവിയാണ്. കണ്ണൂർ ജില്ലയിൽ ആ ഷാഹീൻ ബാഗിന് തുടക്കം കുറിച്ചത് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും SIO-വും GIയുമാണ്. ഫെബ്രുവരി 1 മുതൽ മുടങ്ങാതെ കണ്ണൂരിന്റെ തെരുവിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ആ യൗവനത്തിന്റെ സമരം ഇന്ന് കണ്ണൂരിലെ വിവിധ സംഘടനകളുടെ അംബ്രല ബോഡിയായ ഭരണഘടനാ സംരക്ഷണ സമിതി ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോവാൻ അവസാനം പ്രഖ്യാപിച്ചിട്ടില്ല. ആ സമരം കണ്ണൂരിൽ നടക്കുന്നു, കോഴിക്കോട് യൂത്ത് ലീഗ് കടപ്പുറത്ത് നടത്തുന്നു, കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗം മാവൂർ നടത്തുന്നു, ആസാദി സ്ക്വയർ എന്ന പേരിൽ കുറ്റ്യാടിയിൽ നടക്കുന്നു, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നു, അതുപോലെ തന്നെ എറണാകുളത്ത് എടപ്പള്ളിയിൽ നടക്കുന്നു, ഇങ്ങനെ മഞ്ചേരിയിൽ നടക്കുന്നു, മലപ്പുറത്ത് നടക്കുന്നു. വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഷാഹീൻ ബാഗ് സ്ക്വയറിലായിട്ട് ഈ സമരം തണുക്കാതെ, ഈ സമരത്തിന്റെ അലയോലികൾ അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ സമരത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ആളുകളോട് 26-ാം തീയതി ചങ്ങലുണ്ടാക്കിയിട്ട് ഉച്ചത്ത് പൂർത്തിയായിട്ട് നെടുവീർപ്പെടുത്ത് നെഞ്ചു പിരിച്ച് നടത്തുന്ന ആളുകൾ നിങ്ങളെ കൂട്ടൂല എന്ന് പറയാൻ ഉപദേശിക്കാൻ വരണ്ട എന്നാണ് കൊടിയേരി സഖാവിനോട് പറയാനുള്ളത്. നിങ്ങളല്ല ഈ സമരം നടത്തുന്നത്. നിങ്ങളാണെങ്കിൽ പറയും, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തെരുവിൽ ഒരു കഷ്ണം തുണി വലിച്ചു കെട്ടിയിട്ട് ഷാഹീൻ ബാഗ് സ്ക്വയർ CPM നടത്തുന്ന ഒരു സ്ഥലം നിങ്ങൾ ഈ തുല്യമായ നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ എവിടെയാണ് നടക്കുന്ന പറയും.
നിങ്ങൾക്ക് ഭരണ തുടർച്ച വേണമെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ വരണം. വലതുപക്ഷവും ഇടതുപക്ഷമൊക്കെ ഒരുമിച്ച് വരാം. ഞങ്ങൾക്ക് ഭരണത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിറഭേദങ്ങളില്ല, ഞങ്ങൾ ഭയങ്കര ജനാധിപത്യവാദികളാണ് എന്ന് പറയുമ്പോ എന്താണോ വെസ്റ്റ് ബംഗാളിൽ മമത ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ അവിടെയുള്ള ഭരണവിഭാഗമായ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ CPM പങ്കെടുക്കുന്നുണ്ടോ? CPM പങ്കെടുക്കുന്നുണ്ട്. അവിടെ എന്തേ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായം വേണ്ടേ? അവിടെ നിങ്ങൾ വേറെ സമരം നടത്തുക. അവിടെ മമതാ ബാനർജി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും എന്ന് പറയാം. കേരളത്തിൽ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത എല്ലാ സമരവും തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തെന്ന് പറയാം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ